ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സമയം 6:10 കൊണ്ട് നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയം. ഞാൻ വണ്ടി ഇങ്ങോട്ട് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ. അപ്പോൾ കേൾക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. 6:15 സമയം. വേഗം ഊബർ ഓണാക്കട്ടെ. ഊബറും നമ്മളിപ്പോൾ 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കലുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കേരള സവാരി ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും ഓണാക്കലുണ്ട്. അതിലും കുഴപ്പമില്ലാതെ ഇപ്പോൾ ട്രിപ്പുകൾ വരുന്നുണ്ട്, വല്ലാണ്ടായിട്ടില്ല. കൂടുതൽ ട്രിപ്പ് ഊബറിലാണ്, പിന്നെ റാപ്പിഡോയിൽ, പിന്നെ യാത്രയിൽ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കലുണ്ട് കേട്ടോ. ഈ കേരള സവാരിയിലും റാപ്പിഡോയിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ആവും. ഊബറിൽ കുറേ ട്രിപ്പുകൾ എടുക്കണം. ചെറിയൊരു പൈസ ആവണമെങ്കിൽ ചിലപ്പോൾ 8 ട്രിപ്പൊക്കെ ആവേണ്ടി വരും. റാപ്പിഡോത്തിൽ ഒരു 3 ട്രിപ്പ് എടുക്കണ പൈസ ആവാൻ. അപ്പോഴേ നമ്മൾ ഇതവിടെ മെയിൻ റോഡ് എത്തിയിട്ടില്ല, അപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കച്ചേരിപ്പടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കേട്ടോ ഡ്രോപ്പ് ഉള്ളത്. ഈ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഇത് പിക്കപ്പ് 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ്. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതിപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ പോവായിരുന്നു. ഇതിപ്പോൾ റാപ്പിഡോയിലാണെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് തരും. ഇത് 7 കിലോമീറ്റർ ഉണ്ട്. 150 രൂപയാണ് ഊബറിൽ കാണിക്കണത്. പക്ഷേങ്കിൽ ഊബറിൽ കാണിക്കണ എമൗണ്ട് നമുക്ക് കിട്ടൂല. ഊബറിൽ ആ കാണിക്കണ എമൗണ്ട് നമുക്ക് കിട്ടൂല. ഇന്നൊരു 10 രൂപ വീണ്ടും കുറയും ടാക്സ് ആയിട്ട്. അപ്പോൾ പിന്നെ അത് ഭയങ്കര നഷ്ടമാണ്. 3.5 കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട്. റാപ്പിഡോയിലാണെങ്കിൽ ചിലപ്പോൾ അതൊരു 200 രൂപേൻ്റെ അടുത്ത് ഫെയർ തരും. അപ്പോൾ നമുക്ക് പിക്കപ്പിന് ഉള്ളപ്പോൾ അവിടെ പൈസ കിട്ടുന്നുണ്ട്. പിക്കപ്പ് സാധാരണ ഉണ്ടാവില്ല, ഇനി ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുണ്ടമ്പാലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ, ചായക്കടിക്ക്. കുറേ ദിവസമായി ഇവിടുന്ന് ചായ അടിച്ചിട്ട്. ഇപ്പോൾ അടുത്ത് മിന്നാന്ന് വന്നതിന്, പക്ഷേങ്കിൽ ചായ എടുക്കാൻ പറ്റിയില്ല. വന്ന ഉടനെ ട്രിപ്പ് അടിച്ച്. അപ്പോൾ ഇതായിട്ട് നമ്മളെ ചായക്കട സൊറമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ചായ അടിക്കട്ടെ. വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ CNG അടിച്ചിട്ട് 21 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ബിയിൽ ഒരു 536 കിടക്കുന്നുണ്ട്. അത് 0 ആക്കിയിട്ടുണ്ട്. 2 കട്ട CNG കുറവുണ്ട്. 8 കട്ട ഉണ്ട് അല്ലേ. ഞാനേ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു കേട്ടോ. അവിടെ ട്രിപ്പ് അടിക്കണില്ല. ഇപ്പം സമയം 7:11 അപ്പോൾ നമ്മളെ സെക്കൻഡ് ഓപ്ഷനായ അവിടെ കൊല്ലം കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ട്രിപ്പ് അടിക്കണ്ടോക്കട്ടെ. വണ്ടി സൈഡാക്കിയിട്ടേ ഫാൻ ഇട്ടിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ ഫാന് വർക്കാവുന്നില്ല. ഫാന് കംപ്ലൈൻ്റ് ആയി. ചാർജ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇത് വർക്കാവുന്നില്ല. ഇതിപ്പോൾ ഏകദേശം 1 വർഷത്തിൻ്റെ മേലെ ആയി. ഞാൻ ഇത് ഒരു വട്ടം വാറണ്ടിക്ക് വിട്ടാട്ടേ പുതിയ സാധനം വാങ്ങിയതായിരുന്നു. പക്ഷെ അത് കിട്ടാനൊരു മാസം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പുതിയൊരു ഫാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ഫാനാണ് അത്. പക്ഷേങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും കിട്ടില്ല. ഇനി എന്തായാലും നമ്മളെ റിപ്പയറിങ്ങേ നടക്കുള്ളൂ. ചെറിയ വല്ല കണക്ഷൻ എന്തെങ്കിലും വിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോട്ടർ എന്തെങ്കിലും പോയിക്കാണെന്നുണ്ടെങ്കിൽ പണിയാവും. സ്വിച്ചോ ചാർജിങ് പോയിൻറ്റോ ബാറ്ററി എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാറ്റായിരുന്നു മൊബൈൽ ഷോപ്പ് കയറിയിട്ടേ. ഇതിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും അയച്ചു നോക്കേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ റാപ്പിഡോനെ നമ്മളെ വിജയിപ്പിച്ചിട്ടോ. 7:27 സമയമായപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ പിക്കപ്പും 240 രൂപയുടെ ട്രിപ്പാട്ടോ. 10 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ ഊബർ ഓഫ് ചെയ്യട്ടെ. ഇതിവിടെ ഒരു വില്ലേന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. കസ്റ്റമറുടെ പേര് ശിവാനി എന്നാണ്. അപ്പോൾ നമ്മളെ കൈനീട്ട ട്രിപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ട്രിപ്പാണ്. 240 രൂപയുടെ ട്രിപ്പ്. ഡ്രോപ്പ് എടുക്കാൻ സ്ഥലം നോക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ എടുത്തോണ്ട്. റാപ്പിഡ് ആയതുകൊണ്ട് നമ്മളെ ഊബറിൽ മാച്ച് ട്രിപ്പ് വരുന്ന മാതിരിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഡ്രോപ്പ് ലൊക്കേഷൻ നോക്കാൻ പറ്റില്ല. എന്തായാലും 10 കിലോമീറ്റർ എന്തോ ഉള്ളൂ. 240 രൂപ ഉണ്ട്. ലാഭമുള്ള ട്രിപ്പ് തന്നെയാണ്. ടെന്റ് പാം വില്ലാസ് ആട്ടത്. നല്ല അടിപൊളി ഒരു വില്ലയാണിത്. വില്ല നമ്പർ 64 ആട്ടോ പറഞ്ഞത്. ഇതുണ്ടോ, ഓരോ വില്ലക്ക് ഓരോ നമ്പർ ഉണ്ടാവും. ഇവിടെ 37 ആണ് ഈ വീട് നമ്പർ. നമ്മളത് 64 പറഞ്ഞത്. അത് എവിടെയെന്ന് വഴി ചോദിക്കാൻ പറഞ്ഞത്. കുറേ വഴികളുണ്ട്. ഇപ്പോൾ ഇവിടെ 33 ഇത് കുറഞ്ഞ് വരാൻ തോന്നുന്നുണ്ട്. മാപ്പിൽ കാണുന്നത് ഇവിടുത്തെ ഈ റേറ്റാണ് കാണിക്കണത്. ചെന്ന് നോക്കി നോക്കട്ടെ. റാപ്പിഡോൻ്റെ ലൊക്കേഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. 244 രൂപയാണ് ഇതിലുള്ളത്. അത് 2 കുട്ടികൾ ഇവിടെ പഠിക്കണ കുട്ടികളായിരുന്നു. അപ്പോൾ ഊബറിൽ ട്രിപ്പ് അടിക്കണ്ട്. 3 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഊബറിൽ പഠിച്ച ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടോ. അടുത്തൊരു ട്രിപ്പ് അടിക്കണ്ട്. ഇത് കുഴപ്പമില്ല, 140 രൂപയുടെ. റാപ്പിഡോൻ്റെ ട്രിപ്പ് 2 ചെറിയ കുട്ടികളായിരുന്നു. ഇവിടെ പഠിക്കണ കുട്ടികളാണ് അമൃതയിൽ. അപ്പോൾ അവർ കയറിയപ്പോൾ തന്നെ അവരമ്മ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 245 ചെയ്തിട്ടുണ്ട്. 244 അപ്പോൾ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഊബറിൽ ആദ്യം ട്രിപ്പ് അടിച്ചാലോ. ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 3.5 കിലോമീറ്റർ പിക്കപ്പും 3 കിലോമീറ്റർ എന്തോ ഡ്രോപ്പുള്ളൂ. 106 രൂപയും തോന്നുന്നുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അടുത്തൊരു ട്രിപ്പും പാടെ ഊബറിൽ അടിച്ചിട്ടുണ്ട്. അത് 139 രൂപയാണ്. അത് ഡ്രോപ്പ് എത്ര നോക്കിയില്ല. പിക്കപ്പ് കുറവാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ എന്താണെന്നോ, ഇപ്പോൾ വന്ന ട്രിപ്പും പാടെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് 15 മിനിറ്റിന് ഹോൾഡ് ആവും. കാരണം ഊബറിൽ 3 ട്രിപ്പ് അടുപ്പിച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുക, കസ്റ്റമർ ക്യാൻസൽ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ്. കാരണം നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ 2ാമത്തെ ട്രിപ്പും ക്യാൻസൽ ചെയ്തു.
മൂന്നാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് പോണത്. അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് ചെറിയ റോഡാണ്, ഭയങ്കര ബ്ലോക്കാട്ടോ രാവിലെ തന്നെ. വലിയ ഹോസ്പിറ്റലാണ്, പക്ഷേങ്കിൽ റോഡ് വീതിയില്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റെയറിംഗ് കവർ ഇതിമൊന്ന് എടുത്ത് കളയണം. ഈ സ്റ്റെയറിംഗ് കവറുമ്പോൾ ഒരു പിടുത്തം കിട്ടണില്ല, ഇതിങ്ങനെ വരുതി പോകണതുണ്ടോ, ഒരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ പിടിക്കണം. അപ്പോൾ കൈ ഇങ്ങനെ വേദനിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഇത് സ്റ്റെയറിംഗ് കവർ ഇട്ടത് നമ്മൾക്ക് മാറിപ്പോയി, നമ്മൾ നോക്കിയില്ല. അപ്പോൾ കുറച്ച് ദിവസം ഇനി സ്റ്റെയറിംഗ് കവർ ഇല്ലാണ്ടൊന്ന് പോയോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ മോഡൽ ഇടണം, ആ റബ്ബർ ടൈപ്പുള്ള. അതാകുമ്പോൾ പിടുത്തം കിട്ടും കയ്യിന്. ഇത് ഇങ്ങനെ പോരുകയാണ്, വരസിയിട്ട് പോവാണ്. ഈ ഒരു ഹോട്ടലിനാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്, ഈ ഇല്ലക്സിനാണ്ടോ, അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ആട്ടോ കസ്റ്റമറുടെ പേര്. അവിടെ ആൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സെക്കൻഡ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളെ ആസ്റ്റർ മെഡ്സിറ്റിയിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ 2 ട്രിപ്പ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഊബറിലാണ് അടിച്ചിരിക്കണം, അനൂബ്. അപ്പോൾ ഇവിടെ നമ്മളെ സൗത്ത് ചിറ്റൂരിന്നാണ്, ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. നമ്മൾ നെട്ടൂരിലേക്കാട്ടോ ഡ്രോപ്പ് ഉള്ളത്. അത്യാവശ്യം സമയമുണ്ട്, 30 മിനിറ്റോ 35 മിനിറ്റ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ ഹൈവേ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പ് എടുത്തത്. എന്തായാലും ഈ ട്രിപ്പും പാടെ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വേണം സ്റ്റിയറിംഗ് കവർ ഊരിടാൻ. ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഊരണമെന്ന് വിചാരിച്ചതിന്. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിച്ച്. ഇനി ഏതായാലും അനൂപിനെ പോയിട്ട് നെട്ടൂരിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യട്ടെ. അങ്ങനെ ഒരു 9:15 സമയപ്പോഴേ നമ്മൾ ആ ട്രിപ്പും പാടെ ക്ലോസ് ചെയ്തിട്ടോ. ഊബറിൽ കുറേ ട്രിപ്പുകൾ അടിക്കുന്നുണ്ടായിരുന്നു പോയിരുന്ന വഴിക്ക്. അപ്പോൾ അതിൽ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇതിന് നമുക്ക് 254 രൂപയായിട്ട് കിട്ടിയത്. ഇതുണ്ട് ഇപ്പോൾ സർജിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ കുറച്ച് ദിവസം മുമ്പേ മാറിയതാണ് ഈ കളറാൾ. ഇപ്പം എന്താ വെച്ചാൽ ഇന്ന് മറ്റേ കുറേ വണ്ടിയാൾ ലീവ് ആയതുകൊണ്ട് എന്താ അറിയില്ല, നല്ല ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയിരുന്ന വഴിക്ക് തന്നെ ഊബർ ഓഫ് ചെയ്ത്. പോയിരുന്ന വഴിക്ക് കുറേ ട്രിപ്പുകൾ അടിച്ച്. ഓക്കെ, റാപ്പിഡോയില് ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറേ ട്രിപ്പുകൾ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് കവർ വരാനൊന്നും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മറ്റേ ട്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 10 ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ട്രിപ്പായിട്ട്. അപ്പോൾ ഞാൻ അക്സെപ്റ്റ് പോകേണ്ട രീതിയിൽ ഊബർ ഓഫ് ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ ഓണാക്കിയപ്പോഴും വീണ്ടും ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ റാപ്പിഡോയിൽ നല്ലൊരു ട്രിപ്പ് അടിച്ചപ്പോൾ എടുത്താണ്ട് ഇപ്പോൾ പോവാണ്. പിന്നെ ഏതായാലും കുറച്ച് ട്രിപ്പൊക്കെ എടുത്തതിന് ശേഷം കാണാം. സമയം 2:13 ആയിട്ടോ. ഞാൻ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ CNG കഴിയാനായിട്ടുണ്ട്, ലാസ്റ്റ് വാണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പത്തരപ്പാലത്താണ് ട്രിപ്പ് ഉള്ളത്. ഇവിടുന്ന് CNG അടിച്ചിട്ട് ഓണാക്കാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ഊബറിലാട്ടോ പോകുന്നത്. ലുലു മാളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. മറ്റേ ട്രിപ്പിന് ശേഷം പിന്നെ നല്ല ട്രിപ്പായിരുന്നു, എവിടെയും നിൽക്കാൻ പറ്റില്ല വല്ലാണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാന്. അപ്പോൾ 1382 രൂപയാണ് ഊബറിൽ ഓടിയത് നമ്മൾ. റാപ്പിഡോയിലും അത്യാവശ്യം ഒരു 5-6 ട്രിപ്പോളം ഓടിയിട്ടുണ്ട്. ഇപ്പോൾ CNG അടിച്ചിട്ട് ഇപ്പോൾ സമയം 2:13 ആയി. ഇതുവരെ ബ്ലോക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 2-3 മണിക്കൂറും കൂടി ഓടാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ബ്ലോക്കാവും, പിന്നെ ഓടാൻ പറ്റില്ല. അപ്പോൾ വേഗം CNG അടിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ ചെറിയൊരു വരി ഉണ്ട്. ഇത് കഴിയുമ്പോഴത്തേനും എന്തായാലും ഒരു 10-20 മിനിറ്റ് ആവും. ഇവിടെ പിന്നെ 2 കുറ്റി ഉണ്ടായതുകൊണ്ടേ പിന്നെ ഹിന്ദിക്കാരാണ്, അവർ ഫാസ്റ്റായിട്ട് അടിക്കും. ആകെ ഒരു എറണാകുളത്തെ ഒരു മറ്റേ മോശം അഭിപ്രായം പറയാനുള്ളത് നമ്മളെ ഹൈക്കോടതിൻ്റെ അടുത്ത പമ്പാണ്. പുതിയതായിട്ട് CNG പമ്പ് വന്നത്. അവിടെ 2 കുറ്റി ഉണ്ട്, പക്ഷേങ്കിൽ അവിടെ പമ്പിൽ അടിക്കാൻ തന്നെ നിൽക്കുന്നത് ലേഡീസാണ് കൂടുതലുണ്ടാവില്ല. അവർക്ക് ആ ക്ലിപ്പ് കുത്താനും അറിയില്ല, ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഇന്നാളിപ്പോൾ മിന്നാന്നേരം ഞാൻ അവിടെ പോയി ഒരു 30 മിനിറ്റ് ആ ക്യൂവിലവിടെ വെയിറ്റ് ചെയ്ത്. അടുത്തത് ഞാൻ അടിക്കാൻ നിൽക്കാം. അപ്പോൾ എന്നോട് സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വേഗം അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു. വേഗം ഇവിടുന്ന് എടപ്പള്ളിയിൽ നിന്ന് CNG അടിച്ച്. അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ സാധനം ഉണ്ടാവില്ല, CNG ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് അവിടെ പോയി കുറേ സമയം പോകും. ഇപ്പോഴത്തെ CNGയിൽ 173 കിലോമീറ്റർ ഓടിട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഈ കട്ട ബ്ലിങ്ങായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിലൊരു 10 കിലോമീറ്റർ പാടെ കിട്ടും. അപ്പോൾ ഒരു 183-190 ഏകദേശം അടുത്ത് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. 666 രൂപ കേട്ടോ ഇത് CNGക്ക്. പിന്നെ CNGയിൽ 173 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. കുറച്ച് എയർ അടിക്കട്ടെ കേട്ടോ. എയർ കുറച്ച് ദിവസമായി, ഒരാഴ്ചൻ്റെ മേലായി അടിച്ചിട്ട്. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കട്ടെ. പിന്നെ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. ഇപ്പോൾ സമയം 3:02 ആയി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മൂസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ റൂം ഇവിടെ അടുത്താണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, അവനും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ അപ്പോൾ അവൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമോ എന്നുള്ള ഒരു സംശയമാണ്. ഇറങ്ങാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഇവിടെ കേട്ടോ മൂസിന് താമസിക്കണത്. അപ്പോൾ ഇന്നാളെ ഞാൻ ഈ ഒരു PG കാട്ടി കൊടുത്തപ്പോൾ ആരോ നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ PGൻ്റെ നമ്പറാട്ടത്, ഓണറുടെ നമ്പറാണ്. അപ്പോൾ വേണ്ടവരൊക്കെ അന്വേഷിച്ച് പോയിക്കോളൂ. ഇവിടെ റൂം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഹലോ മൂസ, ആരാണ് മൂസിൻ? എന്താണ് പരിപാടി? ഊബർ ഓടാനൊന്നും പോകണില്ലേ? ടോണിച്ചായനോടെ? ടോണിച്ചായൻ പറ്റേ ഫുഡ് ആയിക്കട്ടെ. ചെക്കൻ്റെ വക ബിരിയാണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ മൂസിനെ? ബിരിയാണി ഇല്ലേ? എന്താ അതെ അപ്പം എന്തോ പറയുന്നുണ്ട്, ബിരിയാണിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആണ്.
അപ്പോൾ അങ്ങനെ ഒരു 4:46 ആയപ്പോഴേ നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ജോർഫിൻ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പക്ഷേ ഞാൻ വണ്ടി നിന്ന് അറിയിപ്പോയിക്കാം ആ ട്രിപ്പ് എടുക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരമായി ഊബർ ഓണാക്കി നിന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷനിലേക്കാണ്. വേറെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളെ പറവൂര് ഭാഗത്തേക്ക്. അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു 2-3 മാച്ച് അടിച്ച്, ഇതും മാച്ചായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് ആലുവക്ക് 20 മിനിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത് ട്രിപ്പ്. ഇവിടെ നമ്മളെ വോട്ടെണ്ണലിൻ്റെ പരിപാടിയുള്ള സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ പോലീസുമാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുന്നോ ആണ് പിക്കപ്പ് അടിച്ചിട്ടുള്ളത്. ഒരു 80 മീറ്ററും കൂടി ഉള്ളൂ. ഇവിടെ കുറേ പോലീസുമാർ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നണേ ഇവിടെ വോട്ടെണ്ണൽ പരിപാടികൾ ഉണ്ടാവും. ഇത് നമ്മളെ വോട്ടെണ്ണ സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനറൽ ഇലക്ഷൻ ടു KLA 2026 കൗണ്ടിങ് സെൻറ്റർ. മാപ്പ് അതിനകത്താണ് കാണിക്കുന്നത്. ഇവിടെ ബാക്കിലുണ്ടോ കുറേ പോലീസുമാരുണ്ട്. അപ്പോൾ അതിനുള്ളിലാണ് കാണിക്കുന്നത്. ഹെഡും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് വണ്ടി കയറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഒരാൾ ബാഗ് ഇട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ ആളായിരിക്കും. സോ ഇത്രയും നേരം ഇവിടെ ഹെഡ് കാണുന്നുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കാണാനില്ല. ഞാൻ ബാഗ് ഇട്ട ഒരാൾ വരുന്നുണ്ടായിരുന്നതേ ആ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷെ അവരല്ല. ഇനിയിപ്പോൾ ആരാണ് കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കോള് കട്ടായി. ഏതായാലും സമയം കഴിയാനായിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് പച്ച കളർ കത്തിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും 100. ഓക്കെ, അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്യാം, എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈഡറിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ എടുക്കായിരുന്നു, ഞാനും മൂസിനും പാടെ. അപ്പോൾ ഈ ട്രിപ്പിന് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കി നോക്കാം. ക്യാൻസൽ ചെയ്തുകൊണ്ട് ആദ്യം ഒരു 9 മിനിറ്റ് എന്തോ വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ടാണ് 2 മിനിറ്റിൻ്റെ സംഭവം വന്ന്. അയ്യോ, റാപ്പിഡോയിൽ 1 കിലോമീറ്റർ ഡ്രോപ്പിന് അത്യാവശ്യം ഉത്കർഷോ അങ്ങനെ എന്തോട്ടെ കസ്റ്റമർ പേര് 15 രൂപ കേട്ടോ നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. നമുക്ക് വലിയ നഷ്ടമല്ല, കാരണം ഇത് ക്യാൻസൽ ചെയ്ത് അപ്പം തന്നെ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച്. ഇതെങ്ങനെ വെച്ചാൽ 1.5 കിലോമീറ്റർ പിക്കപ്പും 1 കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് 120 രൂപ എന്തോ ഉണ്ട് കണ്ടത് റാപ്പിഡോയിൽ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ട്രിപ്പ് പോയി. പിന്നെ 15 രൂപ മറ്റേന് ക്യാൻസൽ ചെയ്തപ്പോഴും കിട്ടിയല്ലോ ഊബറിൻ്റെ. അപ്പോൾ നമുക്ക് വന്നതിന് നഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മുടെ ഉത്കാശിനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. എന്തോ ഹിന്ദിക്കാരനെ തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെ എന്തോ ഒരു പേരാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. 1:43 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് 120 രൂപ കിട്ടിയിട്ടുണ്ട്. പെർ കിലോമീറ്റർ 83 രൂപ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ 4.27 മിനിറ്റ്, 4 മിനിറ്റും 27 സെക്കൻഡും ഈ ഒരു ബിൽഡിങ്ങിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഹിന്ദിക്കാർ ചെറിയ ചെക്കന്മാരായിരുന്നു ഇവിടെ കുസാറ്റിൽ പഠിക്കണേ. നമുക്ക് റാപ്പിഡോയിലെ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചുകൊണ്ട് കേട്ടോ. ഇടച്ചിറക്ക് 230 രൂപ എന്തോ ഉണ്ട് ഫെയർ. 10 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി മഴക്കാറ് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് പെയ്യൽ തുടങ്ങിയത്. ശരിക്കും പെയ്തിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത് വന്നിട്ടുള്ളൂ. വലിയ ബ്ലോക്ക് ഇല്ല കേട്ടെന്ന്. ഒരു 8:58 സമയപ്പോഴേ നമ്മൾ വർക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വള്ളത്തോളിലുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് വാങ്ങാൻ വന്ന് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളെ റാപ്പിഡോയിൽ അടിച്ച ട്രിപ്പ് ഉണ്ടല്ലോ ഐശ്വര്യൻ്റെ, ആ ട്രിപ്പിന് ശേഷം റാപ്പിഡോയിൽ മാത്രം നമ്മൾ 5 ട്രിപ്പ് ക്ലോസ് ചെയ്ത്. റാപ്പിഡോയിൽ നിന്ന് ടോട്ടൽ 12 ട്രിപ്പും ഊബറിൽ 9 ട്രിപ്പോട്ട് നമ്മൾ ക്ലോസ് ചെയ്ത്. CNG അടിച്ചതിന് ശേഷം ഇപ്പോൾ 61 കിലോമീറ്റർ ടോട്ടൽ ഓടി. ഇനി ഹാഫ് കട്ട CNG പാടെ ഉണ്ട്. ബിയിൽ നിന്ന് ടോട്ടൽ ഇന്ന് രാവിലെ ഇറങ്ങിയത് മുതൽ 213 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഓടിയത്. ഇവിടെ ഫുഡ് വാങ്ങാൻ വന്ന് കാണുന്ന റാപ്പിഡോയിൽ നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു. റാപ്പിഡോയിൽ കുറേ അടിക്കുന്നുണ്ടായിരുന്നു, മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിക്കപ്പൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ട്രിപ്പുകൾ നോക്കി ഇങ്ങനെ എടുത്ത് അങ്ങനെ 12 ട്രിപ്പ് നമ്മൾ ടോട്ടൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഏതായാലും ഇപ്പോൾ ഞാൻ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോട്ടെ. അപ്പോൾ ഇനി ഏതായാലും നാളത്തെ വീഡിയോയിൽ കാണാം.